എഴുത്തിനൊരു രാഷ്ട്രീയമുണ്ട്. എൻ്റെ എഴുത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ തീർത്തും അനാവശ്യമായിട്ടുള്ള ഒരു വിവാദമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു അസൂയാവഹമായൊരു നേട്ടമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തക രചനയിലും പുസ്തക വിൽപ്പനയിലും നേടിയിട്ടുള്ളത്. സാനിയ എന്നുള്ള പേര് കൊടുക്കാൻ കാരണം ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. 2 കോപ്പി അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അയക്കില്ലായിരുന്നു. ആ ഒരു തരത്തിലുള്ളൊരു കാര്യത്തിന് ഒരേ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് സ്നേഹം മാത്രമാണ്. അല്ലാതെ അത് ഒരിക്കലും തിരിച്ചൊരാക്രമണത്തിലൂടെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല. ഇത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ്. മലയാളത്തിന് ഇതിനു മുമ്പ് 9 പേർക്ക് 10 പേർക്കാണ് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മനസാഹിത്യകാരന്മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇത്ര തീക്ഷ്ണമായിട്ടുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ നിണവഴികൾ നിഴലുകൾ എന്ന് പറയുന്ന ഈ പുസ്തകം എഴുതിയത്. വായിച്ചു നോക്കുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആർക്കും മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്ന പുസ്തകം അത് പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന പുസ്തകമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വിശദീകരണം പുസ്തകത്തിൽ. തീർച്ചയായിട്ടും കുട്ടികളിലെ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളിൽ ഒരു പാരിസ്ഥിതിക അവബോധം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ബോധപൂർവം രചനകളിൽ നടത്താൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. അത് ആദ്യത്തെ ബാലസാഹിത്യ കൃതി മുതൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് കാണാൻ സാധിക്കും. ഒപ്പം തന്നെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ആ രീതിയിൽ വിശദീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടെ നടത്താറുണ്ട്. ആദ്യത്തെ ഒരു സയൻസ് ഫിക്ഷൻ നോവൽ എന്ന രീതിയിൽ, ആ സമയത്ത് സയൻസ് ഫിക്ഷൻ ആണ് എന്നുള്ള കാര്യം ആ രീതിയിൽ നിന്നും ചിന്തിച്ചിട്ടല്ല എഴുതിയത്. ഒരു സൂര്യയാത്രയുടെ വിസ്മയച്ചെപ്പ് എന്ന പേരിൽ ഒരു ബാലസാഹിത്യ നോവൽ എഴുതിയത് കോവിഡിന്റെ കാലത്താണ് എഴുതിയതല്ല, ആ സമയത്താണ് പുറത്തു വന്നത്. അത് ഇന്ത്യൻ എക്സ്പ്രസ് മലയാളം ഓൺലൈനിലാണ് അത് പ്രസിദ്ധീകരിച്ചത്. അവരാണത് പറഞ്ഞത്, ഇത് സയൻസ് ഫിക്ഷൻ ആണല്ലോ, നമുക്ക് ഒരു ശിശുദിനം മുതൽ അത് പ്രസിദ്ധീകരിച്ച് തുടങ്ങാം. അങ്ങനെ ഒരു ശിശുദിനത്തിലാണ് അത് ആദ്യത്തെ ലക്കം അത് പുറത്തു വന്നത്. അത് പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ സയൻസ് അവർ തന്നെ ഇങ്ങനെ പറഞ്ഞ എഡിറ്റർ പറഞ്ഞു, ഇങ്ങനെ ശ്രീത്തിന് സയൻസ് നന്നായിട്ട് എഴുതാൻ പറ്റുമല്ലോ, ആ രീതിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് എഴുതിക്കൂടെ എന്ന് ചോദിക്കും. പിന്നെ ആ രീതിയിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആ രീതിയിൽ പറഞ്ഞ പരിസ്ഥിതിയും എനിക്ക് ഇഷ്ടമുള്ള സയൻസിൽ തന്നെ കൂടുതൽ ഇഷ്ടമുള്ള മേഖല എൻവയോൺമെന്റൽ സയൻസാണ്. ആ മേഖലയിലുള്ള രചനകൾ നടത്താൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. അങ്ങനെയാണ് ഈ പറഞ്ഞ സൂര്യയാത്രയുടെ വിസ്മയച്ചെപ്പിലെ അതേ കഥാപാത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, അതിനകത്തുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ അവാർഡ് കിട്ടിയ പെൻഗ്വിനുകളിലും ഉള്ളത്. കാരണം സൂര്യയാത്രയുടെ വിസ്മയച്ചെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും 2 കുട്ടികൾ ഒരു അന്യഗ്രഹ പെൺകുട്ടിയുടെ സഹായത്തോടു കൂടി സാനിയ എന്നുള്ള പേര് കൊടുക്കാൻ കാരണം ആ സമയത്ത് ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയാണ്. പറഞ്ഞ 10ാം ക്ലാസ്സിൽ ആ സമയത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ പേര് ഈ ഒരു കഥാപാത്രത്തിന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നിന്റെ പേര് ഞാൻ എൻ്റെ ഒരു നോവലിൽ ഒരു കഥാപാത്രത്തിന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തതാണ്. സന്തോഷമായി. അപ്പൊ അങ്ങനെ ഒരു അന്യഗ്രഹ പെൺകുട്ടിയുടെ സഹായത്തോടു കൂടി ഭൂമിയിൽ നിന്നും സൂര്യനിലേക്ക് യാത്ര ചെയ്യുകയാണ്. അതിൻ്റെ ഉദ്ദേശം ഭൂമിയുടെ വിവിധ അന്തരീക്ഷ പാളികളെ കുറിച്ച് പോകുന്ന സമയത്ത് മനസ്സിലാക്കുന്നു. ഭൂമിയുടെ അന്തരീക്ഷ പാളി കടന്ന് സ്പേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. വിവിധ ഗ്രഹങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. സൂര്യനിലേക്ക് എത്തുന്നു. സൂര്യൻ്റെ കൊറോണ ഇന്റീരിയറിലേക്ക് കടക്കുന്നു. അവിടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. തിരിച്ചു പോരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രം. ആ രീതിയിലുള്ള വിവരണമാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു നോവൽ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ഇതേ കഥാപാത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു യാത്ര, അങ്ങനെ മാത്രമാണ് ചിന്തിച്ചത്. ആ സമയത്ത് അന്റാർട്ടിക്കയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ധ്രുവത്തിലേക്ക് പോവാം, ദക്ഷിണ ധ്രുവത്തിലേക്ക് പോവാണ്. ദക്ഷിണ ധ്രുവത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നു, കേരളത്തിൽ നിന്ന് പുറപ്പെടുന്നു, നമ്മുടെ ആൻഡമാൻ ദ്വീപുകളിൽ എത്തിപ്പെടുന്നു. അവിടെയുള്ള ജീവികളെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നു. ഇന്തോനേഷ്യൻ ദ്വീപുകളിലേക്ക് എത്തുന്നു. അവിടെയുള്ള പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകതകൾ, മറ്റുള്ള അപൂർവ ജീവികളെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നു. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു. ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നു. അവിടെയുള്ള കാര്യങ്ങൾ കാണുന്നു. ആ രീതിയിൽ അന്റാർട്ടിക്കയിലേക്ക് എത്തുന്നു. അവിടെയുള്ള പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യേകതകളും കാര്യങ്ങളും, ഒപ്പം തന്നെ പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെ കുട്ടികൾ ചോദിക്കുന്നതിന് സംശയങ്ങൾക്കൊക്കെ തന്നെ എല്ലാം അറിയാവുന്ന ഒരാളാണ് അന്യഗ്രഹത്തിൽ നിന്ന് വരുന്ന ആൾ. കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. മനസ്സിലാക്കി കൊടുക്കുന്നു. ആ രീതിയിലാണ്
അതിൻ്റെ പ്രമേയം ആ രീതിയിലാണ്. അപ്പോൾ സാധാരണ നമ്മുടെ ഒരു മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്നെക്കാളും കൂടുതലായിട്ട് പുറത്തുള്ള ഒരാൾക്ക്, ഭൂമിയെ പുറത്തു നിന്ന് കാണുന്ന ഒരു മറ്റൊരു ഗ്രഹത്തിലുള്ള ഒരാൾക്ക് ഭൂമിയിലെ മനുഷ്യർ ചെയ്യുന്ന പാതകങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാകുന്നു. അവർ കുട്ടികളെ ആ രീതിയിൽ പറഞ്ഞു കൊടുത്ത് ബോധവൽക്കരിക്കുന്നു. ആ രീതിയിലുള്ളൊരു കാര്യമാണ്. ഈ ഒരു നോവല് എഴുത്തുടങ്ങാൻ കോവിഡിന്റെ കാലത്താണ് അത് എഴുതിയത്. ഈ പറഞ്ഞ സൂര്യയാത്ര അതിനു മുമ്പ് എഴുതിയാണെങ്കിലും കോവിഡ് കാലത്താണ് പ്രസിദ്ധീകരിച്ചതെങ്കിലും ഈ പെൻഗ്വിനുകളുടെ വൻകരയിൽ പൂർണ്ണമായിട്ടും എഴുതിയത് കോവിഡിന്റെ കാലഘട്ടത്തിലാണ്. എഴുതാൻ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ക്ലാസ്സുകളൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഓൺലൈൻ ക്ലാസ്സിലെത്തുന്ന സമയത്ത് ഒരു കുട്ടി സംശയം ചോദിക്കുക, ഇങ്ങനെ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന പക്ഷി ഏതാ മാഷേ പറഞ്ഞ് ഞാൻ അന്വേഷിച്ചിട്ട് നോക്കിയിട്ട് പറയാം, ആർട്ടിക് ടേൺ ആണ്. ആർട്ടിക് ടേൺ ആണ്. അപ്പോൾ തിരിച്ച് ആ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് ഇത് ഗൂഗിൾ മീറ്റ് ഓഫ് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ മോൻ ആ സമയത്ത് LP സ്കൂൾ പഠിക്കുക, LP ക്ലാസ്സുകൾക്ക് നല്ല കണ്ടുപിടിക്കുക. ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ ഒരു സംശയം ചോദിച്ചു. മോൻ പറയാ, അത് ആർട്ടിക് ടേൺ ആണ് വെച്ചാൽ 4ാം ക്ലാസ് പഠിക്കുന്ന പയ്യനാണ്. അവൻ ഈ ഇതിനകത്ത് ബാലരമ ഡൈജസ്റ്റിലും കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ കൗതുകത്തോടുകൂടി ആ സാധനമൊക്കെ നോക്കി. പിന്നെ ആർട്ടിക് ടേണിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മറ്റു പുസ്തകങ്ങളെടുത്ത് നോക്കി. ആ സമയത്താണ് ഒരു കൺസെപ്റ്റ് വന്നത്. ഇത്രയും ദൂരം ഉത്തരധ്രുവം മുതൽ ദക്ഷിണധ്രുവം വരെ യാത്ര ചെയ്യുന്ന പക്ഷിയാണ് ആർട്ടിക് ടേൺ. ഉത്തരധ്രുവത്തിൽ നിന്നും ദക്ഷിണധ്രുവത്തിലേക്ക് യാത്ര ചെയ്ത് തിരിച്ച് ഉത്തരധ്രുവത്തിലേക്ക് തിരിച്ചെത്തും. അത്രയും ദൂരം സഞ്ചരിക്കുന്ന ഒരു ദേശാടന പക്ഷിയാണ് ആർട്ടിക് ടേൺ. ആ പക്ഷിയെ പോലെ നമ്മുടെ കുട്ടികൾക്കും കൂടെ യാത്ര ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്രയും കാര്യങ്ങൾ കാണാൻ സാധിക്കും, അവിടെയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ആ രീതിയിൽ ഒരു നോവൽ എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കുട്ടികൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്നുള്ള രീതിയിലാണ്. പിന്നെ അതെങ്ങനെ അവതരിപ്പിക്കണം എന്നപ്പോഴാണ് ഒരു ചിന്ത വന്നപ്പോഴാണ് പഴയ നോവലിൻ്റെ അകത്തുള്ള അതേ കഥാപാത്രങ്ങളെ കടമെടുക്കാം, അതേ തരത്തിലുള്ള രീതിയിൽ തന്നെ എഴുതി പോകാം എന്ന് വിചാരിച്ച് അങ്ങനെ എഴുതി. പിന്നെ അതിനുവേണ്ടി കുറേയധികം അന്വേഷണങ്ങൾ നടത്തേണ്ടി വന്നു, കുറേ പുസ്തകങ്ങൾ വായിക്കേണ്ടി വന്നു. ഇന്തോനേഷ്യയെ കുറിച്ച്, ദ്വീപുകളെ കുറിച്ചായി കഴിഞ്ഞാൽ നമ്മുടെ ആൻഡമാൻ ദ്വീപുകളെ കുറിച്ചായാലും ഓസ്ട്രേലിയയുടെ പരിസ്ഥിതി സവിശേഷതകളെ കുറിച്ചായി കഴിഞ്ഞാലും കുറേ പുസ്തകങ്ങളൊക്കെ തന്നെ വായിക്കേണ്ടി വന്നു. വിവരങ്ങളൊക്കെ ഒരുപാട് ശേഖരിച്ചു. അതിനകത്ത് ശേഖരിച്ച വിവരങ്ങളെല്ലാം കൊടുക്കാൻ സാധിക്കില്ലല്ലോ കുട്ടികൾക്ക് പറ്റുന്ന അവർക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ആ രീതിയിലാണ് നോവൽ എഴുതിയത്. ഇത് വളരെ മനോഹരമായ ഒരു ആശയമാണ്. അപ്പോൾ ഞാൻ എഴുതാൻ ശ്രമിച്ചതും ആ രീതിയിൽ ബാലസാഹിത്യത്തിൽ കൂടുതലും കൊണ്ടുവരാൻ ശ്രമിച്ചതും ഈ രീതിയിലുള്ളൊരു ഇൻഫോർമേറ്റീവ് ഫിക്ഷൻ ആ രീതിയിലാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അത് എല്ലാ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അറിയാൻ സാധിക്കും. ബാലസാഹിത്യത്തിൽ തുടർന്ന് വരുന്ന ഒരു സാമ്പ്രദായിക രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കൊടുക്കണം. ബാക്കിയുള്ള കുട്ടികൾക്ക് ഉപകാരപ്പെടില്ല എന്നല്ല കേട്ടോ. ഞാൻ പഠിപ്പിക്കുന്നത് ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ കുട്ടികളെയാണ്. അപ്പോൾ ആ ഒരു കുട്ടികളെയാണ് മുന്നിൽ കാണുന്നത്. ഇതിനകത്തുള്ള കഥാപാത്രങ്ങളെയും ആ രീതിയിൽ ഹൈസ്കൂൾ ക്ലാസ്സിലുള്ള കുട്ടികളെയാണ് മുന്നിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഒരു മാനസിക വികാസം ഉണ്ടാവണം, അവരുടെ ഭാവന വികാസം ഉണ്ടാവണം. അപ്പോൾ ആ രീതിയിലുള്ള കണ്ടന്റ് തന്നെയാണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വേണം. ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ള രചനകൾ തന്നെയാണ് ബാലസാഹിത്യത്തിൽ നടത്തിയിട്ടുള്ളത്. ഇനി ഭാവിയിൽ എഴുതാൻ ഉദ്ദേശിക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. 1-2 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പുതിയ പുസ്തകങ്ങൾ ഏതെങ്കിലും രചന വഴിയിലാണോ? പുതിയൊരു പുസ്തകം ഒരു 4 ദിവസത്തിനുള്ളിൽ വരും. അത് ബാലസാഹിതി പ്രകാശനാണ്. അത് ആലുവയുള്ളൊരു പ്രസിദ്ധീകരണമാണ്. അവരാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഇത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ? ഇത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രസിദ്ധീകരിച്ചത്. കോപ്പി അവൈലബിൾ അല്ല. അത് അവർ ഏറ്റവും വലിയൊരു സങ്കടം അതാണ്. അത് സംസാരിച്ച് നോക്കിയിരുന്നു. അപ്പോൾ പെട്ടെന്ന് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. ഞാനിപ്പോൾ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് അവർക്ക്, കൂടുതൽ കോപ്പി അച്ചടിക്കണം, അല്ലെങ്കിൽ അതിനുള്ള റൈറ്റ് വേറെ ആർക്കും കൊടുക്കാനുള്ള റൈറ്റ് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലെറ്റർ അയച്ചിട്ടുണ്ട്. മറുപടി കിട്ടിയതിന് ശേഷം അവർ ചെയ്യുന്നില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. പുസ്തകത്തിന്റെ കോപ്പി ഈ പറഞ്ഞ അവാർഡിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന സമയത്ത് ഒരു കോപ്പി മാത്രമായിരുന്നു സമർപ്പിക്കേണ്ടിയിരുന്നത്. ബാംഗ്ലൂർ സെൻട്രലിലേക്കായിരുന്നു അയക്കേണ്ടിയിരുന്നത്. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ.
2 കോപ്പി അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അയക്കില്ലായിരുന്നു. ഒരെണ്ണം ഉള്ളത് അയച്ചു കൊടുത്തു. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കോപ്പികൾ മറ്റുള്ള കാര്യങ്ങൾ ആ സമയത്തൊന്നും അന്വേഷിച്ചിട്ടില്ല. കാരണം ഇതിന് അവാർഡ് കിട്ടുമെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം വലിയ അവാർഡുകളൊന്നും എനിക്ക് ആ രീതിയിലൊന്നും കിട്ടിയിട്ടില്ല. മുമ്പ് 2 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഈ 3 ഇതിൻ്റെ ഒരു പ്രത്യേകത 3 അവാർഡുകൾക്കാണ് ഞാൻ ഈ പുസ്തകം അയച്ചിട്ടുള്ളത്. 3ഉം കിട്ടിയിട്ടുണ്ട്. ആദ്യം ഒരു കൊടുങ്ങല്ലൂരുള്ള ഒരു ബാലസാഹിത്യ സമിതി അവരുടെ ഒരു ശാസ്ത്ര പുരസ്കാരത്തിന് വേണ്ടിയിട്ട് അയച്ചു. സിപ്പി പള്ളിപ്പുറം മാഷ് ഇവരൊക്കെ ആയിരുന്നു അതിൻ്റെ ജഡ്ജസും, അവരായിരുന്നു അതിൻ്റെ ഭാരവാഹികൾ. അപ്പോൾ സിപ്പി മാഷാണ് അതിന് അവാർഡ് കിട്ടിയ കാര്യം, ലഭിച്ച കാര്യം എന്നെ അന്ന് വിളിച്ചു പറഞ്ഞത്. പിന്നെ അതിനുശേഷം പാലക്കാടുള്ള ഒരു അവാർഡ്, അത് കോഴിക്കോടുള്ള സരോവരം ബുക്സിൻ്റെ അവരാണ് നടത്തിയത്. അപ്പോൾ അതിനും ഈ പുസ്തകം അയച്ചു, അതിനും അവാർഡ് കിട്ടി. 3ാമത് അയക്കുന്നത് ഈ ഒരു അവാർഡിനാണ്. ആ സമയത്ത് മനസ്സിലുണ്ട് കേട്ടോ, അവാർഡ് പ്രതീക്ഷിച്ചില്ല എന്ന് ഞാൻ പറയുന്നുവെങ്കിൽ പോലും അയച്ചതിന് 2ഉം കിട്ടിയല്ലോ, അപ്പോൾ ചിലപ്പോൾ കിട്ടിയേക്കാം. അതുകൊണ്ട് ഇത് വലിയ അംഗീകാരമാണ്. പക്ഷെ ആ സമയത്തുമുണ്ട്, ഇത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ്. മലയാളത്തിന് ഇതിനു മുമ്പ് 9 പേർക്ക് 10 പേർക്കാണ് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ബാലസാഹിത്യകാരന്മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ആ രീതിയിൽ നിന്നും ചിന്തിക്കാൻ സാധിക്കില്ല. അത്രയൊന്നും അതിൻ്റെ അടുത്തൊന്നും ഞാൻ അവിടെ എത്തിയിട്ടുമില്ല. അപ്പോൾ പിന്നെ ഇതിന് അങ്ങനെ കിട്ടുമെന്നുള്ള കാര്യമൊന്നും അറിയില്ല. എങ്കിലും അയച്ചു. പക്ഷെ അത് എന്നെ തേടി തന്നെ വന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഈ അവാർഡ് ബാലസാഹിത്യ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിനോടൊപ്പം യുവ സാഹിത്യ പുരസ്കാരവും കൂടി 2025 പ്രഖ്യാപിക്കേണ്ടത്. അത് പ്രശസ്തനായ നോവലിസ്റ്റായ അഖിൽ പി ധർമ്മജനാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റാം കെയർ ഓഫ് ആനന്ദി പുസ്തകത്തിനാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്നിരിക്കുന്ന വിഴുപ്പലകളും വിമർശനങ്ങളും ഒക്കെ ശ്രദ്ധിച്ചു കാണും. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, അഭിപ്രായമുണ്ടോ? എനിക്ക് തോന്നുന്നു തീർത്തും അനാവശ്യമായിട്ടുള്ള ഒരു വിവാദമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹം അഖിൽ പി ധർമ്മജൻ ഒരു അസൂയാവഹമായൊരു നേട്ടമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തക രചനയിലും പുസ്തക വിൽപ്പനയിലും നേടിയിട്ടുള്ളത്. സ്വന്തമായി എഴുതി, സ്വന്തമായി പബ്ലിഷ് ചെയ്ത്, സ്വന്തമായി വിറ്റു ആദ്യത്തെ പുസ്തകം. പിന്നെ ഇത് DC ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. 3ാമത്തെ പുസ്തകം തോന്നുന്നത് DC ബുക്സ് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ വിൽപ്പന നമ്മളിങ്ങനെ ഓരോ ദിവസവും കാണുകയാണ്. ലക്ഷക്കണക്കിന് കോപ്പികൾ ഇങ്ങനെ വിറ്റ് പോകുന്നു. അത്രയധികം ആളുകൾ അത് വായിക്കുന്നു. അതേ മാതിരത്തിന് അതേകൊണ്ട് തന്നെയോ അല്ലെങ്കിൽ ആ രീതിയിൽ എഴുതി പുസ്തക വിൽപ്പന ആ തരത്തിൽ അല്ലെങ്കിൽ അതിനെ അനുകരിച്ചുകൊണ്ടോ എഴുതിയിട്ടിട്ട് എന്താ പറയുക, പുതിയ തലമുറ എഴുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വിൽപ്പന നടത്തുകയും ആ രീതിയിൽ വിൽപ്പന നടത്തുമ്പോൾ ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ പല നോവലുകളും ആ രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട്. പേരുകളെടുത്ത് പറയുന്നില്ല, കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇതിൻ്റെ അനുകരണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു കൂട്ടം ആളുകൾ അതിനെ അനുകരിക്കുന്നുണ്ടെങ്കിൽ, എഴുത്തുകാർ തന്നെ അതിനെ അനുകരിക്കുന്നുണ്ടെങ്കിൽ, വായനക്കാർ ഇത്രയധികം അതിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് അവാർഡ് കൊടുത്താൽ എന്താ കുഴപ്പം? പുതിയ തലമുറയിലെ വായനക്കാർ നന്നായി വായിച്ച ഒരു പുസ്തകമാണ്, സിനിമയാകാനും പോവുകയാണെന്ന് തോന്നുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു വിമർശനം വന്നിരിക്കുന്നത്. അതും വളരെ ബാലിശമായ അഭിപ്രായമാണ് വന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ വിമർശനത്തിന്റെ രീതി അതാണൊരു, കാരണം അതിനെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് അതിന്റെ വിമർശനം വന്നിട്ടുള്ളത്. ഈ വിമർശനത്തിലൊരു വരേണ്യത, തീർച്ചയായിട്ടും ഞാൻ വലിയ ആളാണ്, അപ്പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കപ്പെടുന്ന ആള് എന്തോ അധമർന്ന സ്വഭാവമുള്ള ആളാണ് എന്ന രീതി, അതാണ് ആ വിമർശനത്തിന്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. വിമർശിക്കുന്നതിന് നമ്മൾ എതിരല്ല, അങ്ങനെ ഒരു പ്രശ്നം അതിനുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞ യുവ പുരസ്കാരം അഖിലിനെ പ്രഖ്യാപിക്കുന്നത് വരെ ഇതിനെതിരെ ഈ തരത്തിലുള്ള വിമർശനങ്ങളൊന്നും എവിടെയും കേട്ടിട്ടില്ല. 10,000 കോപ്പികൾ വിറ്റുപോകുന്നു, ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോകുന്നു. അതിനെ എല്ലാവരും അനുകൂലിക്കുകയും അദ്ദേഹത്തിന്റെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കാണുന്ന കാര്യങ്ങൾ. വായനാ ഗ്രൂപ്പുകളിലൊക്കെ ആ പുസ്തകത്തെ കുറിച്ചുള്ള റിവ്യൂകളും കമന്റുകളും ഒക്കെ ഏറ്റവും ന്യൂജനായിട്ടുള്ള കുട്ടികൾ എഴുതിയിരിക്കുന്നത്. അത് പല ആളുകളുടെയും ടേസ്റ്റിന് ഇഷ്ടമാകുന്നതോ ഇഷ്ടമാകാത്തതോ ആയിരിക്കാം. തീർച്ചയായിട്ടും വിമർശനത്തിന്റെ രീതി വേറൊരു രീതിയായിപ്പോയി. ഇതിപ്പോ അവാർഡ് വന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വിമർശനം വന്നത്. അസൂയയുടെ ഒരു ഘടകം ഉണ്ടാവുമായിരിക്കാം, അറിയില്ല കേട്ടോ. ഓരോ ആളുകളെ എങ്ങനെയൊക്കെയാണ്, പലരും പല രീതിയിലായിരിക്കുമല്ലോ പല ആളുകളെ പറ്റി, പല ആഗ്രഹങ്ങൾ ഓരോ ആൾക്കാർക്ക് ഉണ്ടാവും. അത് സഫലമാവാതിരിക്കുന്ന സമയത്തോ ആ രീതിയിലുള്ള ആളുകൾ കിട്ടുമ്പോഴോ
വലിയൊരു ഫ്രസ്ട്രേഷൻ അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവാം. അതായിരിക്കും ആ രീതിയിലായിട്ട് വിമർശനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ഒരു ആരോഗ്യകരമായിട്ട് വിമർശനമായിട്ട് തോന്നുന്നില്ല. ഈ നമ്മുടെ ഈ ബാലസാഹിത്യ കൃതികളും മറ്റ് പുസ്തകങ്ങളും എല്ലാം എഴുതുമ്പോഴും ഈ നമ്മൾ പറഞ്ഞ പ്രകൃതി സ്നേഹം, സയൻസ്, ഇതെല്ലാം ഉള്ളപ്പോഴും അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഞാൻ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതിനകത്ത് ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം, പ്രകൃതിയോടായാലും എന്തിനോടായാലും സ്നേഹം എന്ന് പറയുന്ന ഒരു സംഗതി എല്ലാ പുസ്തകങ്ങളിലും നിഴലിച്ച് കാണുന്നു. അത് ഈ സ്വന്തം അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സ്നേഹത്തിനെ കുറിച്ച് കൂടുതൽ വാചാലമാകുന്ന രീതിയിലുള്ള എഴുത്തുകൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ എഴുത്തിനൊരു രാഷ്ട്രീയമുണ്ട്. എൻ്റെ എഴുത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അക്രമത്തിന് എതിരെ ഞാൻ നേരിട്ട് വലിയൊരു അക്രമമാണ്. അതെ, ഞാൻ വലിയൊരു രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു വന്നതാണ്. ആ ഒരു തരത്തിലുള്ളൊരു കാര്യത്തിന് ഒരേ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് സ്നേഹം മാത്രമാണ്. അല്ലാതെ അത് ഒരിക്കലും തിരിച്ചൊരാക്രമത്തിലൂടെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. ലോകത്ത് എവിടെയും അങ്ങനെ സംഭവിച്ചില്ല. ഇതേവരെ നടന്ന യുദ്ധങ്ങളോ അക്രമങ്ങളോ എല്ലാം പരിശോധിച്ച് കഴിഞ്ഞാലും ഒരക്രമത്തിന് പകരം മറ്റൊരു അക്രമത്തിന് കൊണ്ട് എവിടെയും വിജയിക്കാൻ സാധിച്ചില്ല, ഒന്നിനെയും ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല. പകരം സ്നേഹം കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ. തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നത് മലയാളി മനസ്സുകളിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ സ്നേഹത്തിൻ്റെ സന്ദേശം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും കുട്ടികൾ, അതുകൊണ്ടാണ് ഞാൻ കുട്ടികളുടെ രചനകളിലേക്ക് ആ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൂടുതൽ കാരണം. ബാലസാഹിത്യം എന്തുകൊണ്ട് എന്ന് ചോദിച്ചതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരവാണ് വളർന്നു വരുന്ന കുട്ടികളിൽ ഇത്തരത്തിലൊരു മെസ്സേജ് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അതെ സ്നേഹവും ഒപ്പം തന്നെ അവരുടെ വിജ്ഞാനവും ഉണ്ടാകുക. രണ്ട് കാര്യങ്ങൾ, വിജ്ഞാനത്തോടുള്ള താല്പര്യവും മനസ്സിൽ സ്നേഹവും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ മറ്റുള്ള മേഖലകളിലേക്ക് അവർ തിരിഞ്ഞു പോവില്ല. വലിയൊരു നല്ലൊരു തലമുറയെ നമുക്ക് തീർച്ചയായിട്ടും മറ്റുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞാൻ അനുഭവിച്ച ആ ഒരു വേദന മറ്റൊരാളും അനുഭവിക്കാത്ത ഒരു പരിസ്ഥിതി ഉണ്ടാവും.